നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും തിരുവല്ല ഏരിയ സെക്രട്ടറിയുമായിരുന്ന ഫ്രാൻസിസ് വി ആന്റണിയെ പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കിയതോടെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യപോരുമായി രംഗത്തെത്തി. ജില്ലയിലെ ചില നേതാക്കളുടെ പ്രത്യേക താൽപ്പര്യം മാത്രമാണ് നിലവിൽ സ്വീകരിച്ച നടപടികൾക്ക് പിന്നിൽ. ഇതിനു മുന്നിൽ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നാണ് ഇവരുടെ അഭിപ്രായം. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തുറന്ന പോരിനൊരുങ്ങുകയാണ് ഇവർ. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ താൽപ്പര്യങ്ങളാണ് പ്രധാന പ്രശ്നമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി എടുത്തത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കടപ്ര പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏരിയ സെക്രട്ടറി ഇടപെട്ടെന്ന പരാതിയിലാണ് നടപടിയുണ്ടായത്. പരാതി നൽകി 4 വർഷത്തിനു ശേഷമാണ് നടപടി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കടപ്ര 8ാം വാർഡ് സ്ഥാനാർത്ഥിയും CPM ഉഴത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന മേരിക്കുട്ടി ജോൺസനാണ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയത്. തിരുവല്ല ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി, പരുമല ലോക്കൽ കമ്മിറ്റി അംഗം ഷാജി കുരുവിള എന്നിവർ പാർട്ടി സ്ഥാനാർത്ഥിയായ മേരിക്കുട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി. ഷാജി കുരുവിളയെ പരുമല ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് നീക്കി. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ആറന്മുള സ്വദേശി PB സതീഷ് കുമാറിനാണ് ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഫ്രാൻസിസ് വി ആന്റണിക്കെതിരെ ഒട്ടേറെ പരാതികൾ ഉണ്ടായതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദ്, R ജയകുമാർ എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നടപടി. എന്നാൽ തിരുവല്ലയിലെ സാധാരണ CPM പ്രവർത്തകരും നേതാക്കളും ഫ്രാൻസിസ് വി ആന്റണിക്കൊപ്പം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.